പറയാം മാമ. നീബോ എവിടെയാണ്? തിരക്കുണ്ടെന്ന്? ഇല്ല, ഞാൻ ടൗണിൽ പോവാൻ നിൽക്കുന്നു. എന്നാ നീ ഒന്ന് വരുമോ? ഒന്ന് ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാൻ പോവാ. വാ, വണ്ടി എടുത്തിട്ട് വാ. ഒരു സ്ഥലം വരെ പോവാ, അടിപൊളിയായിരിക്കും. വാ. ശരി. ഓ ശരി, ആയിക്കോട്ടെ, അതപ്പോ വരാം. എന്താ മാമ വിളിച്ചു? എവിടേക്കാ പോണ്? നമ്മളതൊരു ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് കഴിക്കാനാ? എവിടെയാണ്? അതൊരു സ്ഥലം, ഒരു സർപ്രൈസ് ആയിട്ട്. സൂപ്പറാണ് പരിപാടി. അടിപൊളിയായിരിക്കും. നന്നായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. പോവാലോ? ഓ പോവാ പിന്നെ. പോവാ. എന്താ മാമ സർപ്രൈസ് പറഞ്ഞ് കൊണ്ടുപോകണു? എവിടേക്കാ കൊണ്ടുപോകണു? ഇന്ന് പൊള്ളാച്ചിയില് നാടൻ കോഴിക്കറി വെച്ചു കൊടുക്കുന്ന സ്ഥലമുണ്ട്. നമ്മൾ അവിടെ പോയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോണത്. അവിടെ ഹരി പോയിട്ട് കഴിച്ചിട്ടുണ്ട്. ഹരിക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാം. അപ്പൊ നമ്മള് ഹരിന്റെ വീട്ടിന്റെ അവിടുന്ന് ഹരിനെ വിളിച്ചിട്ട്. ഹരിക്കുന്ന ഒഴിവുണ്ടോ? ഒഴിവുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഞാൻ ഒന്നിച്ചു. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഹരി വന്നിട്ട് അതിനോട് ചോദിക്കാം. അതേ, ഹരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിളിച്ചു ആളെത്തി ഫ്രീയാണെന്ന്. വാടാ. റെഡി. വാ. അവിടെ എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാ? എങ്ങനെയാണ് കാര്യങ്ങള്? സെറ്റാണ്. പോവല്ലേ? വിടുക. ഓക്കെ. ഗോപാൽ വളർത്തുന്നത് വീണ്ടും തമിഴ്നാട് കേറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ കാഴ്ചകൾ പറഞ്ഞാൽ നമ്മൾ പൊള്ളാച്ചേരി പോകണല്ലേ. ബോർഡർ കിടക്കണ്ടല്ലോ. അതെ, നമുക്ക് ഇവിടുന്ന് 19 കിലോമീറ്ററേ ഉള്ളൂ പൊള്ളാച്ചിക്ക്. അപ്പൊ അതിന് മുമ്പാണ് ഈ ഷോപ്പ് വരുന്നത്. തിരുവള്ളുവരിന്റെ അതികായ പ്രതിമ. വെൽക്കം ടു തമിഴ്നാട്. വേറെ ഏത് ബോർഡറിലും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണത്. ഹരി മാമനെ അപ്പോഴോട്ട് നീ സർപ്രൈസ് ആയിട്ട് എന്നൊക്കെ വേണ്ടി കൊണ്ടുപോവാണ്. അവിടെ എന്താ മറ്റേ നാട്ടുകോഴിയാണെന്നറിയാ, ചിക്കൻ എന്താ വെറൈറ്റി? നമ്മളിപ്പോ സാധാരണ ഇപ്പൊ കോയമ്പത്തൂരും അവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോവയത്തോട്ടത്ത് വെറുവൽ പറഞ്ഞ ഒരു കടയുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ മാക്സിമം നമ്മുടെ ഈ ഭാഗത്ത് മൊത്തം നാട്ടുകോഴി വെറുവൽ ഭയങ്കര ഫേമസ്. അതായത് നാടൻ ചേവൽ അടിച്ചിട്ട് കുറെ വെറൈറ്റീസ്, ചിന്താമണി, ചെട്ടിനാട് സ്റ്റൈൽ ഫുഡുകൾ, അങ്ങനെ എല്ലാം. അപ്പൊ അതുപോലെ ഒരു റെസ്റ്റോറന്റ് നമ്മുടെ ഈ പൊള്ളാച്ചി റൂട്ടിൽ ഇവിടെ ഇല്ല. നമ്മളിപ്പോ ഈ പഴനി പോണവരായിക്കോട്ടെ, കൊടൈക്കനാല് അങ്ങനെ പോണവര് ഈ റൂട്ടിൽ എവിടെയും അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പൊ ഈ റൂട്ടിൽ പോകുന്നവർക്ക് ഈസി ആയിട്ട് കയറി ഇങ്ങനെ നാട്ടുകോഴി കഴിക്കുന്നവർക്ക് ഒരു നല്ല സ്പോട്ടാണ്. അതേപോലെ അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ ആയിക്കോട്ടെ എല്ലാം. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയി കഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇപ്രാവശ്യം ഒന്ന് പോയി തകർത്തിട്ട് വരും. അപ്പോൾ ഞങ്ങൾ മാധുരം ഫാമിലി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. പൊള്ളാച്ചിയിലാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അവിടെ വന്ന സമയത്താണ് നമുക്ക് അറിയുന്നത്. അതുവരെ അത് കയറിയിട്ടില്ല. എങ്ങനെയുണ്ട് മാമ? നല്ല സൗകര്യങ്ങളുണ്ട്. ഓരോ ഹട്ടുകള്, ഓരോ തനിച്ച് ഫാമിലിയോടെ ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അവിടെയും ഉണ്ട്. ഇത് നമുക്ക് ഫാമിലിയോടെ ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ. പിന്നെ ബാക്കിയുള്ളത് ചെറിയ ചെറിയ ഹട്ടുകളൊക്കെയാണ്. വൈകുന്നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ലൈറ്റിങ്ങും നല്ല ഭംഗിയായിരിക്കും.
അപ്പോൾ നമുക്കിവിടെ ചെറിയ പാർട്ടികളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ബർത്ത്ഡേ ആണെങ്കിലും എൻഗേജ്മെൻറ്റ്, ഗെറ്റ് ടുഗദർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഹാള് വരുന്നത് മുകളിലാണ്. മുകളിൽ വെച്ചിട്ടാണ് പരിപാടികളൊക്കെ നടത്തുക. അപ്പോൾ ഒരു 100 പേര് വന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും സൗകര്യങ്ങൾ അവിടെയുണ്ട്. അതേപോലെ തന്നെ അതിന് സർവീസ് ചാർജും ക്ലീനിങ് ചാർജുമാണ് ഈടാക്കുന്നത്. അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്, അടിപൊളിയാണ്. വൈകുന്നേരം സമയത്ത് സെറ്റ് ആയിരിക്കും, നല്ല രസം ഉണ്ടാവും. കാര്യം ഇവിടെ തിരക്ക് ഇപ്പോ ഉച്ചക്ക് വരുമോ? ഉച്ചക്ക് ഊണ്, അതാണ് നാട്ടുകോഴി വെള്ളം വരുമ്പോൾ ഉച്ചയ്ക്കാണല്ലോ മാക്സിമം ഊണ്, ചോറ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ വരും. ഹട്ടുകൾ ഉണ്ട് അവിടെ ഒന്ന് കഴിക്കാം. ഇവിടെ ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇവിടെ മഴ വന്നാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല, എന്താ വെള്ളം ലീക്ക് ചെയ്യുന്നത്. ഇപ്പൊ വെയിലുള്ള സമയത്ത് നല്ല സമയത്ത് തണുപ്പുണ്ടാവും. തൊട്ടത് തെങ്ങും തോട്ടമായതുകൊണ്ട് നല്ല കാറ്റും ആംബിയൻസ്, നല്ല ആംബിയൻസ്. ചെറിയൊരു മഴക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഇത്രയും വെയിലുണ്ട് ഒരു മഴക്കാരുണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഈ നാട്ടുകോഴി വരുമ്പോൾ പിന്നെ ചൈനീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ സിലിണ്ടറിന്റെ പ്രശ്നം കാരണം അവര് ഇപ്പോ ഫുഡുകളൊക്കെ കുറച്ച് കുറവാക്കിയിരിക്കുകയാണ്. ഈ ചൈനീസ് ആയിരുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കി. ഫാമിലിയോടെ വന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പ്ലേയിങ് ഏരിയ ഉണ്ട്. പിന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസ്, അത്യാവശ്യം കാറുകളും ഫെസിലിറ്റീസും കാര്യങ്ങളും സൗകര്യങ്ങളുണ്ട്. ഫുഡ് പറഞ്ഞ പോലെ ഈ നാട്ടുകോഴി അടിപൊളി തന്നെയാണ്. നമ്മളൊരു ഇതില്ല. എന്തായാലും ഒരു പ്രൈസിന്റെ സാധനമാണ് ഈ സൈഡിലുള്ള നാട്ടുകോഴി പറയുന്നത്. ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ആൾക്കാർ കഴിക്കാൻ പോയിട്ട്. മാക്സിമം കോയമ്പത്തൂർ സൈഡ് കോവൈ തോട്ടത്തോറിൽ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതും ഇതുപോലെ നാട്ടുകോഴിന്റെ സംഭവമാണ്. നമ്മൾ ഓർഡർ ചെയ്ത് കുട്ടികളുണ്ട് പറഞ്ഞാൽ അവർക്ക് ടൈം പാസിന് സമയം. അതിപ്പോ വൈകുന്നേര സമയത്താണെങ്കിൽ നല്ല അർജന്റ് പെട്ട് കഴിച്ചിട്ട് പോകണം പറഞ്ഞവർക്ക് ഇവിടെ നടക്കില്ല. വന്ന് ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ഒരു 10 മിനിറ്റ് എന്തായാലും ഇത് ഫുഡ് ആവുന്നതിന് ഏകദേശം കുറച്ച് സമയം എടുക്കും. അപ്പൊ അതൊക്കെ ആയി. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് ബാക്കിൽ. കുട്ടികളാരും വരാത്ത കുട്ടികളെ വിളിച്ചിട്ട് വരാത്തത് കാരണം നമ്മളാണ് ഇപ്പൊ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, അവർക്ക് വന്നാൽ നല്ല രസമായിരിക്കും. കുറച്ചാ ഇങ്ങനെ കളിക്കുക, ഫുഡ് കഴിക്കുക. എന്താ മേയ്ക്കാൻ പറ്റിയ ആളുകൾ കൂടെ വേണം. ഓടി കളിക്കാൻ എവിടെയും അല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനോട് വേറെ എവിടെയും പോകാനൊന്നും പറ്റില്ല. ഇതിനുള്ളിൽ തന്നെ ജയിലിൽപ്പെട്ട പോലെ തന്നെ വന്ന് കഴിക്കും. ഇതിനുള്ളിൽ തന്നെ ആയിരിക്കും. മേലെയൊന്നും മറ്റേ മീറ്റിംഗ് നടത്തുന്നത് 100 പേര് ഇരിക്കാൻ പറ്റുന്ന ഉണ്ട് പറഞ്ഞു. അതൊന്ന് പോയി നോക്കണം. വലിയ സ്പേസ് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ അങ്ങനെ ഫങ്ഷൻസ് ഒക്കെ കുറവാണ് ഇതിൽ വെക്കുന്നത്. മാക്സിമം ആളുകൾ ഫുഡ് ഈ നാട്ടുകോഴി പ്രധാനമായിട്ട് സമയമുള്ളവർ വരിക, വന്ന് ഓർഡർ ചെയ്ത് കുറെ നേരം എൻജോയ് ചെയ്ത്. എന്തായാലും ഒരു അരമണിക്കൂർ കൂടുതലാകും നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇവിടെ എത്താൻ. അതിനുശേഷം വന്നു വരുന്നവർക്കൊക്കെ നേരെ ഓപ്പോസിറ്റ് പൊറോട്ട. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ പെട്ടെന്ന് വന്ന് കഴിച്ചിട്ട് പോവാന്നുള്ള വിചാരത്തോടെ വന്ന അങ്ങനെ കാര്യം നടക്കില്ല. ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് ഇരുന്ന് കഴിച്ചിട്ട് കുറെ നാട്ടുകോഴി, കുറെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ചിന്താമണി, പള്ളിപ്പാളയം, കാട്ടുവറവല്, അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടതുപോലെ സ്പൈസി വേണമെങ്കിൽ സ്പൈസി, സ്പൈസി ഇല്ലെങ്കിൽ സ്പൈസി ഇല്ല, അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. ചിക്കൻ സൂപ്പ്, അങ്ങനെ സൂപ്പ് വന്നിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടർ സൂപ്പ് കുടിച്ചിട്ട് തുടങ്ങാം. സൂപ്പിൽ നിന്ന് തുടങ്ങുന്നത് നല്ല മണമുണ്ട് കേട്ടോ, അടിപൊളി. പക്ഷെ ചൂടത്ത് കുടിക്കുമ്പോഴാണ് കുഴപ്പമില്ല. എന്റെ അമ്മ, ഉഗ്രൻ സാധനം കേട്ടോ, ഉഗ്രൻ സാധനം. ഇതാണ് സൂപ്പ്. അതില് നമുക്ക് ഒരു ചിക്കന്റെ പീസും കാര്യങ്ങളെല്ലാം ഇട്ട് തരുന്നുണ്ട്. നാടൻ കോഴി തന്നെയാണ്. ഉഗ്രൻ സൂപ്പ് കേട്ടോ, അടിപൊളി. ചിന്താമണി, ഓക്കെ. കാട്ടുവറവൽ, പള്ളിപ്പാളയം, ഓക്കെ. ചിന്താമണി, കാട്ടുവറവൽ, പള്ളിപ്പാളയം. സെറ്റ്.
സൂപ്പ് കഴിയാറില്ല, ഒരു രക്ഷയില്ലടാ. എൻ്റെ അമ്മ അടിപൊളി. നമുക്ക് തൊണ്ടവേനയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജലദോഷം പമ്പ കിടക്കും. അയ്യോ, പക്ഷെ ഇത് സ്പൈസി കുറവാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പറും കൂടെ. അയ്യോ നല്ല എരിവുണ്ട്. കുറവാണ്, നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പെപ്പർ ആഡ് ചെയ്യാം. പക്ഷെ ഇതാണ് ഇത്രയും എരിവ് ശരിക്കും നമുക്ക് വേണം. ഒരു സൂപ്പ് കുടിക്കുമ്പോൾ അത്രയും എരിവ് വേണം, അല്ലേ അത് അറിയുള്ളൂ. ഇതെന്തൊക്കെയാ സംഭവം? ഇത് പച്ചപ്പുളി രസം, ഇത് നോർമൽ തക്കാളി രസം, ഇത് തണ്ണിക്കുളമ്പ്, ഇത് കട്ടിക്കുളമ്പ്, അതായത് കട്ടിയായിട്ടുള്ള ചിക്കൻ കറി, വെള്ളം പോലുള്ള ചിക്കൻ കറി, ഇത് പച്ചപ്പുളി രസം പറയും, ഇത് തക്കാളി രസം. 4 രസം. ഇത് നമുക്ക് 4. ഇതിൽ മെയിൻ പച്ചപ്പുളി രസം പറഞ്ഞ് വേറെ ഒന്നും ചെയ്യില്ല, ജസ്റ്റ് കൈ കൊണ്ട് കഷ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. ഇത് എൻ്റെ ആണ്, അതായത് വയറിന്റെ വേറെ ഇഷ്യൂസ് ഒന്നും വരാതെ. അതെ, നമ്മളിവിടെ കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിലാണ്. ഒരു രീതി. ഫസ്റ്റ് നമ്മൾ സാമ്പാർ പുളിക്കുളമ്പ് വയ്ക്കും, പിന്നെ സാമ്പാർ പുളിക്കുളമ്പ്, രസം ഒരു എൻഡാണ് അതിന്റെ. അതെ, അവരങ്ങനെ ഒരു സ്റ്റൈലിലാണ് ഭക്ഷണം കഴിക്കുന്നത്. തൈര് നമ്മളവിടെ തന്നെ പോലെ മോരായി തരില്ല, കട്ട തൈര്, നല്ല തൈരായിട്ടാണ് തരിക. തൈരിൽ കുറെ താളിച്ച തൈര് അങ്ങനെ കുറെ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താളിച്ചുള്ള തൈര് തരും, നോർമൽ തൈര് തരും. എന്തായാലും ഗംഭീരമാണ്. സൂപ്പിൽ തന്നെ നമ്മൾ വീണ് പോയി. അടിപൊളി, ഗംഭീരം. ഇനി ബാക്കിയുള്ള ഭക്ഷണം നോക്കിയിട്ട് പറയാം. ഇതുപോലെ കുറെ ഹോട്ടൽസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ചിന്താമണി. അപ്പൊ നമ്മൾ ആദ്യം ചിന്താമണിയിൽ നിന്ന് തുടങ്ങുകയാണ്. കാട്ടുപറവൽ. ഇതിന്റെ പേര് എന്തായിരുന്നു? പള്ളിപാളയം. പള്ളിപാളയം. അതെ, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് അടിപൊളി സെറ്റപ്പാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. കളർഫുൾ ആയിട്ട് എനിക്ക് 2 ഉള്ളൂ. ചിക്കൻ ഗ്രേവി. നിങ്ങൾ കഴിച്ചോ? ഇതെന്താണ്? ഇത് തണ്ണിക്കുളമ്പ് പറയും. ചിക്കൻ തന്നെ പീസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെ പറഞ്ഞ പോലെ സൂപ്പ്, നമ്മൾ സൂപ്പ് കുടിച്ചില്ലേ, ആ ഒരു ടൈപ്പാണത്. ശരി, ഒരെണ്ണം മതി. ഒരു പീസ് കുറച്ച് വെച്ചാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതെടുത്തല്ലോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അതത്ര ഒരു ഡിഫറെന്റ് ടേസ്റ്റ്. അതെ, നമ്മള് മറ്റേ സാമ്പാറോ അല്ലെങ്കിൽ ചിക്കൻ കറി ഒഴിച്ച് പോയി കഴിക്കുന്ന പോലെയല്ല, വേറൊരു ടേസ്റ്റാണ്. കട്ടിയായിട്ടുള്ള അടിപൊളിയായിട്ടാ. പക്ഷെ നല്ല ഫ്ലേവർ കിട്ടുന്നുണ്ട്, അതാണ് അതിന്റെ മെയിൻ. നല്ല ഫ്ലേവർ ഉണ്ട്. മാമൻ എന്താ ചോദിച്ചു? ചിക്കൻ കറി, കട്ടി ചിക്കൻ കുഴമ്പ് അങ്ങനെയുണ്ട്. നമ്മളെ വന്നതും തന്നെ അവിടെ കടയിൽ പറഞ്ഞിരുന്നു കൂടുതൽ എരിവ് വേണ്ട, അല്ലെങ്കിൽ കൂടുതൽ എരിവാകുമ്പോൾ ബുദ്ധിമുട്ട്. മുൻകാലത്ത് ഹരി വന്ന് അനുഭവിച്ചതായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അവരിനോട് ആവശ്യപ്പെട്ടു സ്വല്പം എരിവ് കുറവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് കുറവാക്കി. നല്ല ടേസ്റ്റാണ്. കട്ടിക്കുളമ്പ് നന്നായിട്ട്. എങ്ങനെയുണ്ട് ഇപ്പോ? സൂപ്പർ.
തൈര് വെച്ച് കഴിക്കുന്നുണ്ട്. അത്യാവശ്യം കാഴ്ച കഴിയാറായി. കുറച്ച് എരിവുണ്ട്. എങ്ങനെയുണ്ട് മാമ? എരിവുണ്ട്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്തിരി കൂടുതലായി ഫീൽ ചെയ്യും. ഇപ്പൊ പറഞ്ഞത് കാരണം കുറവാക്കി. പക്ഷെ പൊതുവെ തമിഴ്നാട് അങ്ങനെയാണ്. നമ്മള് ചായക്ക് മധുരം കുറച്ച് മതി എന്ന് പറഞ്ഞാല് പായസം പോലെ ഉണ്ടാവും. അത് പറയണം. അല്ല, നാടൻ കോഴിക്ക് കുറച്ച് എരിവ് കൂടുതൽ തന്നെയാണ്. പക്ഷെ എങ്കിലും കൂടുതലാവുണ്ടാവുന്നിട്ടാണ് നമ്മള് ഓൾറെഡി പറഞ്ഞത്. അങ്ങനെ പന്നീർ സോഡയൊക്കെ കുടിച്ച് ഞങ്ങൾ അവസാനിച്ചിരിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അങ്ങനെ ടാറ്റ. പന്നീർ സോഡയൊക്കെ കുടിച്ച് അവസാനിപ്പിച്ചിരിക്കുക. ബാക്കിയുള്ള വിശേഷങ്ങൾ പോയിട്ട് കാണാം. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഫുഡ് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ള ഫുഡായിരുന്നു. നല്ല രസമുണ്ട്. കാരണം മൺചട്ടിയിലും ഇതിലൊക്കെയാണ് അവർ കൊണ്ടുവന്ന് തന്നത്. പിന്നെ അതിൽ വെറൈറ്റി കറികളും അല്ല, നമ്മൾ ഓർഡർ ചെയ്ത കറികളാണ്. മീൻസ് ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടാണ്. ആ 3 ചിന്താമണി ചിക്കൻ, പള്ളിപ്പാളയം, പിന്നെ കാട്ടുപറവൽ. യെസ്, അങ്ങനെ 3 വ്യത്യസ്ത തരം ടേസ്റ്റ് ആണ്. അതെ, എങ്കിലും ഓരോന്നും നന്നായിട്ടുണ്ട്. നല്ല രസമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ കഴിച്ചിറങ്ങുന്ന സമയത്ത് വേറൊരു കാര്യം പറയാം. കഴിച്ചിറങ്ങുന്ന സമയത്ത് നമ്മുടെ വയറ് മാത്രമല്ല, നമ്മുടെ മനസ്സും നിറഞ്ഞു. അതാണ് ശരിയായിട്ടുള്ള ഒരു കൈപ്പുണ്യം എന്ന് പറഞ്ഞ പോലെ. അതാണ് ശരിയായിട്ടുള്ള കൈപ്പുണ്യം. അടിപൊളി, ഭയങ്കര രസമുണ്ട്. എന്താ മാമ, നിങ്ങൾക്ക് ഇന്ന് പോയി ഭക്ഷണം കഴിച്ചില്ല? എന്താ നിങ്ങൾക്ക്? വളരെ നല്ല അഭിപ്രായമാണ്. സന്തോഷം. കാരണം ഓരോന്നും വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നന്നായിട്ടുണ്ട്. അതെ, അതില് സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ഹരിനോടാണ്. ഹരിയാണ് നമ്മളെ കൊണ്ടുപോയത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പുതിയ അനുഭവമാണ് ഞങ്ങൾ. അതെ. അപ്പോ ഹരിയാണ് കൊണ്ടുപോയത്. അടിപൊളി. ഹരി, താങ്ക്സ് ടു യു. സ്പെഷ്യൽ താങ്ക്സ് ടു യു. ഓക്കെ, അതെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് കേരള തമിഴ്നാട് ബോർഡറിലാണ് ഉള്ളത്. അപ്പോൾ അത് കണ്ടില്ലേ, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തിരുവള്ളൂർ ചിലയാണ്. ഇത് വേറെ എവിടെയും കാണാൻ പറ്റില്ല, ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പരിസരത്തുള്ള മീനാക്ഷിപുരം, ഗോവിന്ദാപുരം, അതുപോലെ തന്നെ വേലന്താവളം, വാളയാറ്, നടുപ്പുണി, ഇത് ഒരുപാട് ബോർഡറുകൾ നമ്മുടെ പരിസരത്ത് തന്നെയുണ്ട്. പക്ഷെ അവിടെ ഒന്നും കാണാത്ത പ്രത്യേകതയാണ് ഇത്രയും വലിയ പ്രതിമ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പെയിന്റ് ഒക്കെ നോക്ക് വൃത്തിയായി അടിച്ചു വെച്ചിട്ടുണ്ട്. അത് വച്ച കാലം തൊട്ട് വൃത്തിയായി അവർ കൈകാര്യം ചെയ്യേണ്ട തമിഴ്നാട് സർക്കാർ. അതിൽ അഭിമാനിക്കേണ്ട കാര്യമാണ്. അതെ. അപ്പൊ അങ്ങനെ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം ഞങ്ങള്. അതെ, ഫുഡിന്റെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ പുതിയ വീഡിയോസ് ആയിട്ട്, വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. കൊണ്ടുപോകല ഹരി. അതെ, ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ കൊണ്ടുവരും. എന്താ മാമ പറയാനുള്ളത്? അടുത്ത യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കും. അടുത്ത യാത്ര നമ്മൾ ഏകദേശം പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു യാത്രയായിരിക്കും അടുത്തത് വരുന്നത്. നല്ലൊരു അടിപൊളി ട്രിപ്പായിരിക്കും വരുന്നത്. എന്നുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇനിയും നല്ലോണം സപ്പോർട്ട് തരുന്നല്ലേ. അല്ലേ? ഓക്കെ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ, ടാറ്റാ.